Hi friends, ഏവർക്കും വീണ്ടും അൺഅക്കാഡമിയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ നമ്മൾ കണ്ടതാണ് 6 കാറ്റഗറിയിലും നൊബേൽ പുരസ്കാരങ്ങൾ 2020 കൊടുത്തു കഴിഞ്ഞു. തീർച്ചയായും ഈ ഒരു സെഷൻ കഴിയുമ്പോഴത്തേക്ക് ഈ 6 കാറ്റഗറിയിൽ നേടിയ ജേതാക്കളെയും ആ ഒരു വിഷയം ഏതാണ് എന്നുള്ളതും നിങ്ങൾ ഈ ഒരു സെഷൻ കഴിയുമ്പോഴത്തേക്ക് കണക്ട് ചെയ്ത് പഠിച്ചിരിക്കും എന്നുള്ളത് ഞാൻ ഗ്യാരണ്ടി തരാം. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, ഇത് കഴിഞ്ഞ ഉടനെ തന്നെ അതങ്ങ് അവിടെ സെറ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏത് പരീക്ഷയ്ക്ക് വന്നു കഴിഞ്ഞാലും എന്ത് ചെയ്യാൻ പറ്റും, ഇത് സിമ്പിളായിട്ട് ഓർത്തിരിക്കാൻ പറ്റും. അപ്പോൾ നമുക്കൊന്ന് നോക്കാം എങ്ങനെയൊക്കെയാണ്. അപ്പോൾ അവിടെ സിമ്പിളായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇത്, നൊബേൽ പുരസ്കാരം എത്ര കാറ്റഗറിയിലാണ് നൽകുന്നത് എന്നുള്ളത്. 6 കാറ്റഗറിയിലാണ് എന്ത് ചെയ്യുന്നത്, നൊബേൽ പുരസ്കാരം നൽകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഓരോന്നായിട്ട് എങ്ങനെയാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. നമുക്ക് അതിലത്തെ വേർഡ്സ് തന്നെ, നമ്മൾ പുറത്തുനിന്ന് ഒരു കോഡൊന്നും കൊണ്ടുവരുന്നില്ല, അതിലുള്ള വേർഡ്സ് തന്നെ നമ്മളെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ കണക്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് മെഡിസിൻ, വൈദ്യശാസ്ത്രം എന്ന് പറയുന്നത്. വൈദ്യശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം നേടിയത് 2020 ഹെപ്പറ്റൈറ്റിസ് സി വൈറസിനെ കണ്ടെത്തിയതിനാണ് എന്ത് ചെയ്തത്, ഈ 3 ആളുകൾക്ക് നൊബേൽ പുരസ്കാരം ലഭിച്ചത്. അപ്പം നമ്മുടെ കാറ്റഗറി ഏതാണ്, വൈദ്യശാസ്ത്രം, മെഡിസിൻ. ഈ പേരുകൾ മുഴുവനൊന്നും നമുക്ക് എന്ത് ചെയ്യണമെന്നില്ല, പഠിക്കണം എന്നില്ല. ഇപ്പം ഇവിടെയാണെങ്കിൽ നമുക്ക് ഹാർവി ജെ ഓൾട്ടർ, ചാൾസ് റൈസ്, മൈക്കൽ ഹൂട്ടൻ, ഇങ്ങനെ 3 ആളുകളെയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, അവിടെ മെയിനായിട്ട് പഠിക്കേണ്ടത്. അപ്പോൾ ഇതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഈ ഓൾട്ടറിനെയും റൈസിനെയും ഹൂട്ടനെയും മാത്രം എടുക്കുന്നു. അതായത് ഇതിൻ്റെ പിന്നാമ്പറൊന്നും നമുക്ക് വേണ്ടല്ലോ, നമുക്ക് ഈ പേരെന്തായാലും ഇതിലുണ്ടാവും, ഓപ്ഷൻസിൽ അവിടെ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഓൾട്ടർ, റൈസ്, ഹൂട്ടൻ, ഇതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളവിടെ കണക്ട് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് എങ്ങനെ ഓർത്തിരിക്കാം, ഓൾഡ് റൈസും കൂട്ടാനും കഴിച്ചാൽ വൈദ്യസഹായം തേടേണ്ടി വരും എന്നുള്ളത്. എങ്ങനെ ഓർത്തിരിക്കാം, ഓൾഡ് റൈസും കൂട്ടാനും കഴിച്ചാൽ വൈദ്യസഹായം തേടേണ്ടി വരും എന്നെന്ത് ചെയ്താൽ മതി, ഓർത്തിരുന്നാൽ മതി. ഓൾഡ് എന്നുള്ളതിൽ ഓൾട്ടർ എന്നും റൈസ് എന്നുള്ളത് നമുക്കിനി ചോറ് എന്നോർത്താലും എന്ത് ചെയ്തില്ല, അവിടെ കുഴപ്പമൊന്നും ഇല്ല. അപ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഓൾഡ് ചോറും കൂട്ടാനും കഴിച്ചാൽ വൈദ്യസഹായം തേടേണ്ടി വരും. 3 പേരും അവിടെ നമുക്ക് കറക്റ്റായിട്ട്, ഹൂട്ടൻ, കൂട്ടാൻ, റൈസ്, ഓൾഡ്, ഓൾട്ടർ എന്നുള്ളത് കറക്റ്റായിട്ട് അവിടെ ഓർത്തിരിക്കാം. അപ്പോൾ ആ 3 പേരെന്തായാലും പഠിച്ചല്ലോ. അത്ര വലിയൊരു പ്രയാസമുള്ള പേരൊന്നുമല്ല, നമ്മൾ നോർമലി സംസാരത്തിൽ വരുന്ന വാക്കുകൾ തന്നെ നമ്മൾ എന്ത് ചെയ്തത് കണക്ട് ചെയ്ത് നമുക്ക് അവിടെ പഠിക്കാനേ ഉള്ളൂ. ഹെപ്പറ്റൈറ്റിസ് സി വൈറസിനെ കണ്ടെത്തിയതിനാണ് എന്ത് ചെയ്തത്, ഇവർക്ക് വൈദ്യശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം ലഭിച്ചത്. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ഓർത്തിരിക്കാം. ഇതിൽ ഹൂട്ടൻ മാത്രം ബ്രിട്ടീഷുകാരനാണ്, ബാക്കിയൊക്കെ അമേരിക്കക്കാർ. നെക്സ്റ്റ് നോക്കാം, കെമിസ്ട്രി, രസതന്ത്രം. കെമിസ്ട്രി നിങ്ങൾക്ക് ഏതാണോ എളുപ്പം ആ ലെവലിൽ അവിടെ എന്ത് ചെയ്യാം, അവിടെ കണക്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ കെമിസ്ട്രിയിൽ ഇവിടെ നൊബേൽ പുരസ്കാരം നേടുന്ന എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ മെയിനായിട്ട് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ പോലെ പ്രോഗ്രാം ചെയ്ത ജീൻ എഡിറ്റിംഗ് നടത്താൻ പുതിയൊരു സാങ്കേതിക വിദ്യ, അതായത് ക്രിസ്പർ ഓർ ക്ലാസ് 9 സാങ്കേതിക വിദ്യ കണ്ടെത്തിയതിനാണ് എന്ത്, ഈ 2 പേർക്ക് കെമിസ്ട്രിയിൽ നൊബേൽ പുരസ്കാരം ലഭിച്ചത്. അപ്പം നമുക്ക് മെയിനായിട്ട് അവിടെ എന്താണ്, ഈ ഒരു സാങ്കേതിക വിദ്യ പഠിക്കണം, ക്രിസ്പർ ഓർ ക്ലാസ് 9 എന്ന് പറയുന്ന ആ ഒരു നൂതന സാങ്കേതിക വിദ്യ പഠിക്കണം. ഒപ്പം ഇമ്മാനുവൽ കാർപ്പൻറ്റിയർ, ചിലപ്പോൾ അത് മലയാളീകരിച്ച് വരുമ്പോൾ കാർപ്പൻറ്റിയർ ഒക്കെ രണ്ടും ഒരേ ആൾക്കാർ തന്നെയാണ് കേട്ടോ. പിന്നെ ജെന്നിഫർ ദോഡ്ന, നമുക്ക് ഏത് 2 പേരെടുക്കാം, ഈ 2 പേരെടുക്കാം, കാർപ്പൻറ്റിയറും എടുക്കാം, ദോഡ്നയും എടുക്കാം. പിന്നെയോ ഇവിടെ ഈ കെമിസ്ട്രി എന്നുള്ളതിൽ ആരുണ്ട്, നമ്മൾ സാധാരണ ഈ പറയാറുള്ള വർക്കൊക്കെ എടുക്കാറുള്ള മേസ്തിരി, വർക്കിൻ്റെ അവിടെ ഇങ്ങനെ നോക്കാനൊക്കെ ഒരു കാര്യസ്ഥനായിട്ട് നിൽക്കുന്നത് കണ്ടിട്ടില്ലേ നിങ്ങൾ, മേസ്തിരി എന്ന് പറയുന്നത്. അപ്പോൾ ഈ മേസ്തിരിക്ക് യോജിച്ച ഒരു കാര്യം, മേസ്തിരി ചോദിക്കുന്ന പോലെയാണെന്ത്, കാറ് പെയിന്റ് ചെയ്തോടാ എന്ന് കൂട്ടി ചോദിച്ചാൽ മതി. മേസ്തിരി ചോദിക്കുകയാണെന്ത്, കാറ് പെയിന്റ് ചെയ്തോടാ എന്ന് കൂട്ടി വായിച്ചാൽ മതി. കാർപ്പൻറ്റിയർ എന്നുള്ളതിൽ കാറ് പെയിന്റ് എന്നുള്ളതും, പെയിന്റ് ചെയ്തോട എന്നുള്ളതിൽ ദോഡന എന്നുള്ള പേരും എന്ത് ചെയ്യാം, അവിടെ ഓർത്തിരിക്കുക. അപ്പോൾ ആ മേസ്തിരി എന്നുള്ളതും കാറ് പെയിന്റ് ചെയ്തോട എന്നുള്ളതും കൂട്ടി വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് എന്ത് ചെയ്യാം, കെമിസ്ട്രിയിൽ നൊബേൽ സമ്മാനം 2020 ആരാണ്,
കാർപെൻറ്റിയറും ധോഡനെയാണ് എന്നുള്ളത് അവിടെ ഓർത്തിരിക്കാം. പിന്നെ ഈ ഒരു ടെക്നോളജി അവിടെ എന്ത് ചെയ്യുക, അവിടെ ഓർത്തിരിക്കുക, ക്രിസ്പർ ഓർ ക്ലാസ് 9 ടെക്നോളജി എന്നുള്ളത്. ഇനി ഫിസിക്സിൽ ഭൗതിക ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം 2020 നേടിയ ആളുകളാണ് ആര്? റോജർ പെൻറോസ്, അതേപോലെ തന്നെ റെയിൻഹാർഡ് ജെൻസൽ, മൂന്നാമത്തെ ആള് ആൻഡ്രിയ ഗസ്. എന്തിനാ? തമോഗർത്തങ്ങളെ കുറിച്ചുള്ള പഠനത്തിനാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇവർക്ക് 2020 ഭൗതിക ശാസ്ത്രത്തിൽ ഫിസിക്സിൽ നൊബേൽ സമ്മാനം നേടി. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ കണക്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് നോർമലി നമ്മൾ പഠിച്ച കാലഘട്ടങ്ങളും നമ്മൾ ജീവിച്ച കാലഘട്ടങ്ങളും ഒക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് അറിയുന്നൊരു കാര്യമാണെന്ത്, നിങ്ങൾ നോർമലി എന്ത് ചെയ്താൽ മതി, ഇപ്പം അവിടെ ആൺകുട്ടികൾ പെൺകുട്ടികൾക്കാണോ റോസ് കൊടുക്കുക, പെൺകുട്ടി ആൺകുട്ടികൾക്കാണോ റോസ് കൊടുക്കുക എന്നുള്ളതിൽ നിങ്ങൾക്ക് ഗസ് ചെയ്താൽ തന്നെ അറിയാൻ പറ്റും ഫിസിക്കലി ആരാണ് ആദ്യം മുന്നോട്ട് വരിക. ജെൻസ് അല്ലേ പെൺകുട്ടികൾക്ക് റോസ് കൊടുക്കാൻ മുന്നോട്ട് വരിക. അപ്പോൾ ഫിസിക്കലി നിങ്ങൾക്ക് ഗസ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും ജെൻസ് അല്ലേ പെൺകുട്ടികൾക്ക് റോസ് കൊടുക്കുന്നത് എന്നുള്ളത് എന്ത് ചെയ്താൽ മതി, അവിടെ ഓർത്തിരുന്നാൽ മതി. അപ്പോൾ ഇവിടെ പെൻറോസ് എന്നുള്ളത് കൊണ്ട് ജെൻസ് അല്ലേ എന്നുള്ളതിൽ ജെൻസൽ എന്നുള്ളത് അവിടെ ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞു എന്ത്, നമുക്ക് ഗസ് ചെയ്താൽ തന്നെ അറിയാൻ പറ്റും ജെൻസ് ആണ് എന്ത് ചെയ്യുന്നത്, പെൺകുട്ടികൾക്ക് റോസ് കൊടുക്കുന്നത്. അത് എന്തുകൊണ്ടാണെങ്കിലും നമുക്ക് ബാക്കിയുള്ളവർ ആഗ്രഹിക്കുക ചെയ്യും, പക്ഷേ ഫിസിക്കലി തയ്യാറായി വരണം എന്നുണ്ടെങ്കിൽ അത് ആരെന്നെയായിരിക്കും, ജെൻസ് ആണ് എന്ത് ചെയ്യുന്നത്, പെൺകുട്ടികൾക്ക് റോസ് കൊടുക്കുന്നത് എന്നുള്ളത്. അപ്പൊ ഗസ് ചെയ്യുക എന്നുള്ളത് നമുക്ക് അതിൽ തന്നെ ഗസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഉറപ്പായിട്ടും ഗസ് ചെയ്യാം ജെൻസ് ആണ് എന്ത് ചെയ്യുന്നത്, പെൺകുട്ടികൾക്ക് റോസ് കൊടുക്കുന്നത് എന്നുള്ളത്. അപ്പൊ ഗസ്, പെൻറോസ്, ജെൻസൽ, ആ 3 വാക്ക് കൂട്ടിച്ചേർത്ത് നമ്മൾ ഫിസിക്കലി എന്നുള്ളത് ചേർക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, ഫിസിക്സ് എന്നുള്ളത് നിങ്ങൾക്ക് അവിടെ വളരെ എളുപ്പമായിട്ട് എന്ത് ചെയ്യാം, അവിടെ ഓർത്തിരിക്കാം. 3 പേരുകൾ ഗസ്, ജെൻസൽ, പെൻറോസ്, ഫിസിക്സ്, ഫിസിക്കലി എന്നുള്ളതും. തമോഗർത്തത്തെ കുറിച്ചുള്ള പഠനമാണ് എന്ത് ചെയ്തത്, ഇവർക്ക് നൊബേൽ പുരസ്കാരം നേടിക്കൊടുത്തത്. അപ്പൊ ഭൗതിക ശാസ്ത്രം അവിടെ ക്ലിയർ ആയി വിചാരിക്കുന്നു. നെക്സ്റ്റ് നമുക്ക് നോക്കാം, സാമ്പത്തിക ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം നേടിയ ആളുകൾ എന്ന് പറയുന്നത്, ഒന്ന് മിൽഗ്രോം, ആർ മിൽഗ്രോം. രണ്ടാമത്തത് റോബർട്ട് വിൽസൺ, റോബർട്ട് ബി വിൽസൺ എന്നാണ്. പക്ഷെ നമുക്ക് അവിടെ ഏത് മതി, ഈ മിൽഗ്രോമും വിൽസണും മതി. നിങ്ങൾക്ക് അവിടെ സിമ്പിളായിട്ട് എന്ത് ചെയ്യാം, അവിടെ ഓർത്തിരിക്കാം. ഒന്ന് നമ്മൾ പറഞ്ഞു എന്ത്, മിൽഗ്രോം ആണ് പേര് എന്ന് പറഞ്ഞു. രണ്ടാമത് എന്താണ്, വിൽസൺ ആണ് പേര് എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ നമ്മളെ കാര്യം മാത്രം ആലോചിച്ചാൽ മതി, ഇന്ന് നടക്കുന്ന കാര്യം മാത്രം ആലോചിച്ചാൽ മതി. സമ്പത്ത് എന്ന് പറഞ്ഞാൽ അതൊരു മില്ലിഗ്രാം ആണെങ്കിലും അതാർക്കുള്ളതാ, മക്കൾക്കുള്ളതാണ് അല്ലെ. ഇവിടെ സണ്ണെന്ന് ഇവിടെ ഉണ്ട്. പിന്നെ ഈ മക്കൾക്ക് എങ്ങനെ കൊടുക്കുന്നത്, വിൽപത്രത്തിലൂടെയാണ് കൊടുക്കുന്നത്. അപ്പൊ സമ്പത്ത് ഒരു മില്ലിഗ്രാം ആണെങ്കിൽ പോലും അത് മക്കൾക്കുള്ളതാണ് എന്നുള്ളത് എന്ത് ചെയ്യാം, അവിടെ നമുക്ക് സിമ്പിളായിട്ട് ഓർത്തിരിക്കാം. കാരണം ഇത് നമുക്ക് PSC പഠിക്കാൻ വേണ്ടിയിട്ട് നൊബേൽ സമ്മാനം കൊടുത്ത പോലെയാണ്. സമ്പത്ത് എന്ന് പറഞ്ഞാൽ അത് ഒരു മില്ലിഗ്രാം ആണെങ്കിൽ പോലും അതാർക്കുള്ളതാ, മക്കൾക്കുള്ളതാണ്. വിൽ സൺ ഏതിലൂടെയാണ് കൊടുക്കുന്നത്, വിൽപത്രത്തിലൂടെയാണ് കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ഓർത്തിരിക്കാം. ഇതെന്താ, ലേല സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട പുതിയ കണ്ടുപിടുത്തങ്ങൾ കാണുന്നത്. പലയിടത്തും നമ്മൾ കാണാറുണ്ട് എന്ത്, അച്ഛൻ്റെ സ്വത്തിന് വേണ്ടിയിട്ട് മക്കൾ ലേലം വിളിക്കുന്നത്. അപ്പൊ അങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാം, അവിടെ കാണാൻ പറ്റും അല്ലെ. അപ്പോ ലേല സിദ്ധാന്തത്തിലെ പുതിയ കണ്ടുപിടുത്തങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സാമ്പത്തിക ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം. മിൽഗ്രോം, വിൽസൺ, ഈ 2 പേരുകൾ. സമ്പത്ത് ഒരു മില്ലിഗ്രാം ആണെങ്കിൽ പോലും അത് മക്കൾക്കുള്ളതാണ് വിൽപത്രത്തിലൂടെ എന്നുള്ളത് എന്ത് ചെയ്യാം, അതിൽ തന്നെ നമുക്ക് അവിടെ സിമ്പിളായിട്ട് ഓർത്തിരിക്കാവുന്നേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് സാഹിത്യം. സാഹിത്യം അമേരിക്കക്കാരിയായിട്ടുള്ള ലൂയിസ് ഗ്ലക്കിനാണ്. ലൂയിസ് ഗ്ലക്കിനാണ് എന്ത് ചെയ്തത്, സാഹിത്യത്തിൽ നൊബേൽ സമ്മാനം നേടിയത്. അമേരിക്കക്കാരിയാണ് എന്നുള്ളത് എന്ത് ചെയ്യാം, പ്രത്യേകിച്ച് അവിടെ ഓർത്തിരിക്കുക. ഇനിയോ ഇത് നമ്മൾ എങ്ങനെ ഓർത്താൽ മതി, ഗ്ലൂക്കോസ് എന്ന് ഓർത്തിരുന്നാൽ മതി. സാഹിത്യത്തിലെ നൊബേൽ സമ്മാനം ഗ്ലക്കിനാണ്, ഗ്ലൂക്കിനാണ് എന്ന് പഠിച്ചാലും കുഴപ്പമില്ല, എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഉത്തരം കിട്ടിയാൽ പോരെ. അപ്പൊ ഗ്ലൂക്കോസ് എന്നുള്ളതിൽ തന്നെ ഏതുണ്ട്, സാഹിത്യത്തിലെ നൊബേൽ സമ്മാനം ഗ്ലക്കിനാണ് എന്നുള്ളത് അവിടെ തന്നെ കറക്റ്റ് ആയിട്ടുണ്ട്. ഇനിയോ ആ ഗ്ലക്ക് അമേരിക്കക്കാരിയാണ് എന്നുള്ളത് എന്ത് ചെയ്യണം, അവിടെ തന്നെ മെയിനായിട്ട് ഓർത്തിരിക്കണം. മറ്റൊന്ന് ഫസ്റ്റ് ബോൺ എന്ന കൃതി ഓർത്തിരിക്കണം. അതുപോലെ തന്നെ ദി ട്രയംഫ് ഓഫ് അക്കിലസ് എന്നുള്ള കൃതി ഓർത്തിരിക്കണം. അറാറത്ത് എന്ന് പറയുന്ന കൃതിയും അവിടെ എന്ത് ചെയ്യണം, അവിടെ നിങ്ങൾക്ക് ഓർത്തിരിക്കാനുള്ളത്. അറാറത്ത് എന്ന് പറയുന്ന ആ ഒരു പുസ്തകവും ആരുടെ തന്നെയാണ്, ഗ്ലക്കിൻ്റേത് തന്നെയാണ്. പിന്നെയോ ദി വൈൽഡ് ഐറിസ് എന്ന് പറയുന്നത്. കാരണം നമുക്ക് ഇപ്പോൾ
ക്വസ്റ്റ്യൻ പേപ്പറുകളിലൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ഈ സാഹിത്യ നൊബേൽ നേടിയ ആളുടെ കൃതികൾ കയറി വരാറുണ്ട്. അപ്പോൾ ഫസ്റ്റ് ബോൺ, ദി ട്രയംഫ് ഓഫ് അക്കിലസ്, അറാറത്ത്, ദി വൈൽഡ് ഐറിസ്, ഈ പുസ്തകങ്ങൾ എന്ത് ചെയ്യാനുണ്ട്, നമുക്ക് അവിടെ എന്തായാലും പഠിക്കേണ്ടതാണ്. അപ്പോൾ ഗ്ലൂക്കോസ് എന്നുള്ളതിൽ സാഹിത്യത്തിൽ നൊബേൽ സമ്മാനം നേടിയത് ഗ്ലക്കാണ് എന്നുള്ളത് എന്ത് ചെയ്യുക, അവിടെ ഓർത്തിരിക്കുക. ഇനിയോ അത് അമേരിക്കക്കാരിയാണെന്ന് പ്രത്യേകിച്ച് എന്ത് ചെയ്യുക, അവിടെ ഓർത്തിരിക്കുക. കാരണം നമ്മൾ ഓടിത്തളർന്ന് അമ്മേ അമ്മേ എന്ന് പറയുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് സ്കൂളിൽ നിന്നൊക്കെ എന്ത് ചെയ്തിരുന്നത്, ഗ്ലൂക്കോസ് തന്നിരുന്നത്. ആ അമ്മ എന്നുള്ളതിൽ തന്നെ ഇതുണ്ട്, അമേരിക്കക്കാരി എന്നുള്ളതുണ്ട്. അപ്പം നമ്മൾ ആ ഒരു LP സ്കൂളിലൊക്കെ ഓടിത്തളർന്ന് അമ്മേനെ വിളിക്കുമ്പോൾ ആ ഗ്ലൂക്കോസ് തന്നിരുന്നൊക്കെ ഓർത്തിരുന്നു കഴിഞ്ഞാൽ സാഹിത്യത്തിൽ നൊബേൽ സമ്മാനം ഗ്ലക്കിനാണ്, അമേരിക്കക്കാരിയാണ് എന്നൊക്കെ അവിടെ എന്ത് ചെയ്യാം, അവിടെ ജസ്റ്റ് ഓർത്തിരിക്കാം. ഇനി ലാസ്റ്റ് വൺ, സമാധാനത്തിലുള്ള നൊബേൽ സമ്മാനം. നമ്മുടെ കാര്യം മാത്രം ആലോചിച്ചാൽ മതി, ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ നമുക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ സമാധാനത്തിലുള്ള നൊബേൽ സമ്മാനം ഏതാണ്, വേൾഡ് ഫുഡ് പ്രോഗ്രാമിനാണ് എന്ത് ചെയ്തത്, ലഭിച്ചത്. അപ്പോൾ ആ ഫുഡിൻ്റെ കാര്യം മാത്രം ആലോചിച്ചാൽ മതി, നമ്മുടെ കാര്യം മാത്രം. ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ, ഫുഡ് കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് ഒരു പരിപാടിയും വേറെ ഇല്ല. ആദ്യത്തെ പ്രോഗ്രാം ഫുഡ് ആവട്ടെ എന്നാണ് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യാറുള്ളത്, പറയാറുള്ളത്. അത് കഴിഞ്ഞിട്ട് വേറെ ഏത് പ്രോഗ്രാമും നടക്കുള്ളൂ. അപ്പോൾ വേൾഡ് ഫുഡ് പ്രോഗ്രാം, ഈ വേൾഡ് ഫുഡ് പ്രോഗ്രാം 1961 എന്ത് ചെയ്യുന്നത്, എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഇത് എവിടെയാ, ഇതിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ഇറ്റലിയിലെ റോമിലാണ്. ഇതിന്റെ ആസ്ഥാനം ഇറ്റലിയിലെ റോമിലാണ്. വേൾഡ് ഫുഡ് പ്രോഗ്രാമിന്റെ ആസ്ഥാനം 1961 എസ്റ്റാബ്ലിഷ് ചെയ്തതാണ്. എന്തിനാണ് ഇവർക്ക്, അതായത് ആഗോളതലത്തിലുള്ള പട്ടിണിയും അതേപോലെ തന്നെ ഭക്ഷണ അരക്ഷിതാവസ്ഥയും മറികടക്കാനുള്ള ശ്രമങ്ങളാണ് എന്ത് ചെയ്തത്, ഇവർക്ക് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം. അപ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് സമാധാനവും സാഹിത്യവുമാണ്. സമാധാനം 2020 വേൾഡ് ഫുഡ് പ്രോഗ്രാം, ആസ്ഥാനം ഇറ്റലിയിലെ റോമാണ്. സാഹിത്യം ഗ്ലക്കനാണ്, അമേരിക്കക്കാരിയാണ്, ഗ്ലൂക്കോസ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, അവിടെ ഓർത്തിരിക്കാം. അപ്പോൾ ഇതോടുകൂടെ 6 കാറ്റഗറിയിലെ നൊബേൽ പുരസ്കാര ജേതാക്കളെയും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കാരണം ഇങ്ങനെ അങ്ങ് കണക്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഇതെന്ത് ചെയ്യും, ഇതവിടെ നിൽക്കും. കാരണം പിന്നെ നമുക്ക് അതുമായിട്ട് എന്ത് ചെയ്യണ്ട, കൂടുതൽ കാലം കെട്ടിമറിയേണ്ടതൊന്നുമില്ല. ഇനി നമ്മളിത് എപ്പോൾ മാറ്റിയാൽ മതി, അടുത്ത നൊബേൽ പ്രൈസ് എപ്പോഴാണോ കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഇതങ്ങ് ചേഞ്ച് ചെയ്ത് ആ ആളുകൾ മാത്രം അങ്ങ് കയറ്റിയാൽ മതി. അപ്പോൾ എന്തായാലും എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അൺഅക്കാഡമി പ്ലസിൽ ആൾറെഡി എന്ത് ചെയ്തു, LDCക്ക് വേണ്ടിയിട്ട്, പ്രിലിംസിന് വേണ്ടിയിട്ട് പ്രത്യേകം ബാച്ച് കോഴ്സുകൾ എന്ത് ചെയ്യുന്നു, നടക്കുന്നു. ഒപ്പം എൻ്റെ ഇൻഡിവിജ്വൽ കോഴ്സായിട്ട് സ്റ്റേറ്റിൻ്റെ കോഴ്സ്, അതേപോലെ തന്നെ LPUPയുടെ ക്രാഷ് കോഴ്സ് എന്നിവയെല്ലാം അൺഅക്കാഡമി പ്ലസിൽ നടക്കുന്നു. നിലവിൽ LDC ക്രാഷ് കോഴ്സുകൾ, അതേപോലെ തന്നെ പ്രിലിംസിന് പ്രത്യേക ബാച്ചുകൾ, ഒപ്പം LPUPക്കുള്ള ക്രാഷ് കോഴ്സുകൾ, ഡിഗ്രി ലെവലിനുള്ള ബാച്ച് കോഴ്സുകൾ, അതേപോലെ യൂണിഫോം തസ്തികകൾക്കുള്ള ബാച്ച് കോഴ്സുകൾ, ഇതെല്ലാം അൺഅക്കാഡമി പ്ലസിൽ നടക്കുന്നു. അവിടെ നിങ്ങൾക്ക് റഫറൽ കോഡായിട്ട് മൻസൂർ ലൈവ് എന്നുള്ള ഒരു റഫറൽ കോഡ് നിങ്ങൾക്ക് യൂസ് ചെയ്താൽ സബ്സ്ക്രിപ്ഷനിൽ ഒരു 10% ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ലഭ്യമാണ്. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് നിങ്ങൾ 1 മാസം, 3 മാസം, 6 മാസം, 1 വർഷം, 2 വർഷം ഇങ്ങനെയുള്ള പാക്കേജുകൾ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ക്ലാസ്സുകളുടെ PDF നോട്ടുകൾ, അതുപോലെ തന്നെ പ്രാക്ടീസ് ടെസ്റ്റുകൾ എല്ലാ ദിവസവും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനുള്ളത്, ലൈവ് ക്യൂസുകൾ, നിങ്ങളുടെ സമയത്തിന് റെക്കോർഡിംഗ് ക്ലാസ്സുകൾ, ഇതെല്ലാം നിങ്ങൾക്ക് എവിടെ ലഭ്യമാണ്, അൺഅക്കാഡമി പ്ലസിൽ ലഭ്യമാണ്. താല്പര്യമുള്ളവർ എന്ത് ചെയ്യാം, അൺഅക്കാഡമി പ്ലസിൽ ജോയിൻ ചെയ്ത് പഠിക്കാവുന്നതാണ്. എന്തായാലും പഠിക്കുക, ജോലി കിട്ടുന്നവരെ പഠിക്കുക. കിട്ടിയിട്ടേ ഞാൻ ഈ പരിപാടിയോട് ഗുഡ് ബൈ പറയുകയുള്ളൂ എന്നുള്ള ലെവലിൽ തന്നെ പഠിക്കുക. വീണ്ടും കാണാം. താങ്ക്